ഹലോ, ഇന്ന് എൻ്റെ ഒരു ചെറിയൊരു മേക്കപ്പ് ലുക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്, ആ ഒരു രീതി എല്ലാം കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എന്തൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഫേസിൽ എന്തൊക്കെയാണ് ഞാൻ അപ്ലൈ ചെയ്യാറുള്ളത്, ആ ഒരു മേക്കപ്പ് ലുക്ക് എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത്, ആ ഒരു ലുക്കാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോണത്. എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ ഇത്രയും പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്തിട്ട് വീഡിയോ എടുക്കാറുള്ളൂ. ഇതാണ് എൻ്റെ ഒരു റൂട്ടീൻ. ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഒരു മോയ്സ്ചറൈസറാണ്. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ്. ഡോക്ടർ ഷെറ്റ്സിൻ്റെ കേസർ ആൻഡ് കോജിക് ആസിഡ് മോയ്സ്ചറൈസറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡോക്ടർ ഷെറ്റ്സിൻ്റെ പ്രോഡക്ട്സ്. സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഭയങ്കര ഇഷ്ടമാണ്. ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു മോയ്സ്ചറൈസർ എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഡോക്ടർ ഷെറ്റ്സിൻ്റെ പ്രോഡക്ട്സിൻ്റെ റിവ്യൂവും എല്ലാം ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഷോർട്സ് ആയിട്ട്. ബ്രാൻഡിൻ്റെ പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ ഒരു കൂളിംഗ് എഫക്റ്റ്, ലൈറ്റ് വെയിറ്റ് എഫക്റ്റ് ആണ് കിട്ടുക. ചിലത് ലൈറ്റ് വെയിറ്റ് ആയിരിക്കില്ല, കുറച്ച് ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. അത്ര ഹെവി ഒന്നും ഫീൽ ചെയ്യാറില്ല എനിക്ക് ഈ പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റിനായി ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫേസിന് സ്യൂട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ നല്ല കംഫോർട്ടബിൾ ആയിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ കാണിക്കുന്ന ഇത്രയും പ്രോഡക്ട്സ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. മിക്കപ്പോഴും ഞാൻ ഇത്രയും പ്രോഡക്ട്സ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുറത്ത് പോകുമ്പോഴായാലും. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ്ലി ഐലൈനറാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇത് സുദിയോ അല്ല, വാട്ടർ പ്രൂഫ് ഐലൈനറാണ്. ഐലൈനറുടെ റിവ്യൂ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട്. ശരിക്കും ഇങ്ങനെ ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് ഐലൈനർ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഐലൈനർ അപ്ലൈ ചെയ്തിട്ട് വരാം. ഓക്കെ, ദെൻ നമ്മൾ ഐലൈനർ അപ്ലൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ലുക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനി ലിപ്സ്റ്റിക്കും കൂടി ഉണ്ട്. അതാണ് എൻ്റെ ഫേവറേറ്റ് പോർഷൻ. വീട്ടിലായതുകൊണ്ടാണ് മോയ്സ്ചറൈസർ മാത്രം ഞാൻ അപ്ലൈ ചെയ്തത്. അല്ലാത്ത സമയത്ത് പുറത്തു പോകുമ്പോൾ സൺസ്ക്രീനും കൂടി അപ്ലൈ ചെയ്യാറുണ്ട്. പ്രോഗ്രാംസോ ഫംഗ്ഷൻസോ വരുമ്പോൾ ഫുൾ മേക്കപ്പാണ് ക്രിയേറ്റ് ചെയ്യാറ്. ഇവിടെ ഞാൻ ഏത് ലിപ്സ്റ്റിക്ക് വേണമെന്നും എൻ്റെ മേക്കപ്പ് കിറ്റ് ചെയ്യുന്ന ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണേണ്. അപ്പോഴാണ് എൻ്റെ കണ്ണിൽ ഈ ലിപ്സ്റ്റിക്ക് പെട്ടത്. കുറച്ച് നാളായിട്ട് ഞാൻ ഇടണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണേണ്. കുറേ നാളായി ഈ സുദിയുള്ള ലിപ്സ്റ്റിക്ക് ഒന്ന് ട്രൈ ചെയ്തിട്ട്. ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ചോക്കോ പെബിളാണ്. നമ്മൾ ലൈറ്റ് ഷെയ്ഡ് ഡ്രസ്സ് ഇടുമ്പോൾ ഡാർക്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് ചൂസ് ചെയ്യാം. നമ്മൾ ഡാർക്ക് ഷെയ്ഡ് ഡ്രസ്സ് ഇടുമ്പോൾ ലൈറ്റ് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് ചൂസ് ചെയ്യാം. സംഭവം മനസ്സിലായാലോ? ഞാൻ ഉദ്ദേശിച്ചത് ഓപ്പോസിറ്റ് ഷെയ്ഡ് ആയിരിക്കണം എന്നാണ്. നമ്മുടെ എല്ലാ ലുക്സും കംപ്ലീറ്റ് ആവുന്നത് ഒരു ലിപ്സ്റ്റിക്കിൻ്റെ എൻഡോട് കൂടിയായിരിക്കും അല്ലേ? അപ്പോൾ എൻ്റെ ഈ ഒരു ലുക്സ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ലിപ്സ്റ്റിക്ക് ഇട്ടോടുകൂടി. അത് ഇടുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആവും. വേറൊരു മേക്കപ്പിൻ്റെ ആവശ്യമില്ല ലിപ്സ്റ്റിക്ക് ഉണ്ടെങ്കിൽ. ലിപ്സ്റ്റിക്ക് അധികം യൂസ് ചെയ്താൽ നമുക്ക് പിഗ്മെൻറ്റേഷനും വരും. അപ്പോൾ അതൊന്ന് കൺട്രോളും ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ റെഡി ആവാറ്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.